ഹായ് ഹലോ. ദേ രാവിലെ ഞങ്ങൾ വീട്ടിൽ വന്നതാ. ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞില്ലേ ചീര നടണമെന്ന്. അപ്പം നമ്മൾ ചീര പറിക്കാൻ വേണ്ടി വന്നത്. കുറച്ച് ചീര പറിച്ചുകൊണ്ട് പോവാം. ഗൈസ് ദണ്ട് ഇത്രേ പറിച്ചുള്ളൂ. അവിടെ നമുക്ക് ചെടിച്ചട്ടിയിലല്ലേ നടാൻ പറ്റത്തുള്ളൂ. ഇതുമായിട്ട് നമുക്കിനി വീട്ടിലോട്ട് നമ്മൾ താമസിക്കുന്നിടത്തോട്ട് പോകാം. അവിടെ പോയിട്ട് ചട്ടിയിലൊക്കെ നടാം. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. ഇവിടുത്തെ മാങ്ങയാണേ. ഞാൻ അന്ന് കാണിച്ചില്ലായിരുന്നോ മാങ്ങ പറിക്കാൻ പോയത്? ഇതെല്ലാം പഴുത്ത് തുടങ്ങി. അപ്പം പഴുത്ത മാങ്ങ തന്നു വിട്ടു. പടവലങ്ങ, പിന്നെ വെണ്ടയ്ക്ക. അപ്പോൾ ഇന്ന് പടവലങ്ങ തോരനും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇനി നമുക്ക് കൊണ്ടുവന്ന ഈ ചീരത്തൈയൊക്കെ ഒന്ന് നടാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ചട്ടിയിലേ നടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ എടുത്ത് വെച്ച് 4 ചട്ടി എടുത്ത് 4 ചട്ടിയിൽ നടാമെന്ന് വിചാരിച്ചു. ചട്ടിക്കകത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇനിയും വൃത്തിയാക്കി ഇതിനകത്ത് നമുക്ക് നടാം. ഇതിനകത്തെ മുട്ടത്തോട് പൊടിച്ച് വിട്ടേക്കുവാണ്. മുട്ടത്തോടും പിന്നെ കുറച്ച് ആട്ടുംകാട്ടവും അങ്ങനെയൊക്കെ സാധനങ്ങൾ. നേരത്തെ ഇതിൽ എന്തൊക്കെയോ നട്ടിരുന്നു, അതെല്ലാം വലിച്ചു കുറച്ച് ദൂരെ കളഞ്ഞു. അന്നേരം ഇതിലോട്ട് നമുക്ക് ഈ ചീരത്തൈ നടാം. നാല് ചട്ടി റെഡി ആയിട്ടുണ്ട്. ഈ 4 ചട്ടിക്കകത്തും ഇത് ഇത്രയും കൂടെ കൊള്ളിക്കണം. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, നമുക്ക് നോക്കാം. ഇങ്ങനെ തിക്കി നടരുതെന്നാണ്. നമുക്ക് ഇതിനകത്തൊരു 3 എണ്ണം വെച്ച് നടാം. ഇതെല്ലാം സെറ്റാക്കി വെച്ച് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ തളിച്ചിട്ട് നമുക്ക് എവിടെയിട്ടൊരു മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ ബൈ.